കുട്ടികളെ, നിങ്ങളുടെ PSC പരീക്ഷകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. PSC പരീക്ഷകൾക്ക് കൃത്യമായി പഠിച്ചാൽ സർക്കാർ ജോലി ലഭിക്കും. അപ്പം നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ സജീവമായി പോയിക്കൊണ്ടിരിക്കുന്നത് ജയൻസ് അക്കാഡമിയുടെ ജയൻസ് അക്കാഡമി ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയാണ്. PSC ഷോർട്സ് എന്നാണ് ഇതിൻ്റെ പേര്. നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഇത് കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യണം. നമ്മൾ ഇന്ന് നിങ്ങൾക്കൊരു ചോദ്യവും ഉത്തരവും പഠിപ്പിക്കുകയാണ്. ജനാധിപത്യ രാജ്യങ്ങളിലെ കൃത്യമായ ഇടവേളകളിലൊക്കെ തിരഞ്ഞെടുപ്പ് നടക്കാറുണ്ടല്ലോ. അപ്പോൾ രണ്ട് തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് രീതികൾ നടക്കുന്നുണ്ട്. രണ്ട് തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് രീതികൾ. ജനങ്ങളാൽ എന്ന് പറയുന്ന SCRT പാഠത്തിൽ 5ാം ക്ലാസ്സിലെ SCRT ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇത്. അപ്പോൾ രണ്ട് തരത്തിൽ തിരഞ്ഞെടുപ്പ് രീതികൾ നടക്കും. ഒന്ന് പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ്, രണ്ട് പരോക്ഷ തിരഞ്ഞെടുപ്പ്. ജനങ്ങൾ നേരിട്ട് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ്. പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് രീതിക്ക് ഉദാഹരണമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ്. ജനങ്ങൾ തിരഞ്ഞെടുത്തയച്ച ജനപ്രതിനിധികളാൽ തിരഞ്ഞെടുപ്പ് നടത്തുന്ന രീതിയാണ് പരോക്ഷ തിരഞ്ഞെടുപ്പ്. ഉദാഹരണത്തിന് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളും രാജ്യസഭാ തിരഞ്ഞെടുപ്പും പരോക്ഷ തിരഞ്ഞെടുപ്പാണ്. നിങ്ങൾ അതുകൊണ്ട് ഇത് പഠിക്കണം. പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ്, പരോക്ഷ തിരഞ്ഞെടുപ്പ്, കൃത്യമായ ഉദാഹരണങ്ങൾ ഒക്കെ പഠിക്കണം. ജയൻസ് അക്കാഡമിയുടെ ഒപ്പം കൂടിക്കോളൂ, സർക്കാർ ജോലി നേടാം.